സത്യയുഗത്തിന്റെ അവസാന കാലഘട്ടത്തിലും ത്രേതായുഗത്തിന്റെ ആദ്യത്തെ കാലഘട്ടത്തിന്റെയും ആ ഒരു ടൈമിലാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള വാമനൻ മഹാബലിനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്നത്. ആ ഒരു സമയത്താണ് മഹാബലി പറയുന്നത് തൻ്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അനുവാദം കൊടുക്കണം. ആ ഒരു സംഭവത്തിന്റെ പേരിലാണ് എല്ലാ വർഷവും മഹാബലി നമ്മളെ കാണാൻ വരുന്നതും അത് ഓണമായിട്ട് എല്ലാവരും ആഘോഷിക്കുന്നതും. അതേ ദിവസം മഹാബലി പണ്ട് ഭരിച്ചിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു കേരളം, അതായത് എല്ലാവരും ഒരേപോലെ ജാതിയും വേറൊരു വേർതിരിവൊന്നുമില്ലാതെ ഒരേപോലെ സന്തോഷത്തോടെ സമൃദ്ധിയോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം റീക്രിയേറ്റ് ചെയ്യാനാണ് ഓണത്തിൻ്റെ അന്ന് എല്ലാവരും നല്ല നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വീട്ടിലൊക്കെ ഓണസദ്യയൊക്കെ ഉണ്ടാക്കി മുറ്റത്തൊക്കെ കളറിട്ടുങ്ങായിട്ട് അത്രയും ഹാപ്പിയാണെന്ന് മഹാബലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. ഇതാണ് ഓണത്തിൻ്റെ പിന്നുള്ള ഐതിഹ്യം. ഇതൊക്കെ അവിടെ മാറ്റി വയ്ക്കുമ്പോഴും വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സത്യയുഗത്തിൻ്റെ അവസാന ഭാഗത്ത് വന്ന വാമനനും ത്രേതായുഗത്തിൽ വന്ന പരശുരാമനും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ 10 ലക്ഷം വർഷത്തിന്റെ വ്യത്യാസമാണ് പറയുന്നത് പുരാണങ്ങൾ അനുസരിച്ചിട്ട്. അതായത് കേരളം ഭരിച്ചിരുന്ന മഹാബലി ജീവിച്ച് കഴിഞ്ഞ് 10 ലക്ഷം വർഷം കഴിഞ്ഞിട്ടാണ് പരശുരാമൻ വരുന്നതും മഴവെറിഞ്ഞ് കേരളം ഉണ്ടാക്കുന്നതും. അതൊരു വലിയ തെറ്റല്ലേ പുരാണത്തിലുള്ളത്? ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി.